എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി നമ്മൾ പഠിക്കുക കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ മൂന്നാമത് ആപ്ലിക്കേഷനാണ് എക്സ് സ്ക്വയർ ടെസ്റ്റ് ആസ് എ ടെസ്റ്റ് ഓഫ് ഹോമോജീനിറ്റി. ഇവിടെ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ സംബന്ധിച്ച് ഒന്നോ അതിലധികമോ സാമ്പിൾസ് നമുക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സാമ്പിൾസ് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പോപ്പുലേഷനിൽ നിന്നാണോ അല്ലെങ്കിൽ സെയിം പോപ്പുലേഷനിൽ നിന്നാണോ എടുത്തിരിക്കുന്നത് എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നൾ ഹൈപ്പോത്തിസിസ് ഇങ്ങനെ ആയിരിക്കും. ദ നൾ ഹൈപ്പോത്തിസിസ് ഇൻ ദീസ് കേസസ് ഈസ് ദാറ്റ് ദർ ഈസ് ഹോമോജീനിറ്റി. ആ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള സാമ്പിൾസ് തമ്മിൽ ഹോമോജീനിറ്റി ഉണ്ട് എന്നുള്ള അർത്ഥത്തിലായിരിക്കും അതിൻ്റെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ കൈ സ്ക്വയറിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഹോമോജീനിറ്റി ഉണ്ട് എന്ന് നമ്മൾ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നിലധികം സാമ്പിൾ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. അത് 4 or 5 ഗ്രൂപ്പുകൾ വരെ ആകാം. അപ്പോൾ ആ സാമ്പിൾസ് സെയിം പോപ്പുലേഷനിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ആ സാമ്പിൾസ് തമ്മിൽ ഹോമോജീനിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മെന്നിൻ്റെ മാരിറ്റൽ സ്റ്റാറ്റസ് ആണ് അവിടുത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുക. ആ മെന്നിൻ്റെ മാരിറ്റൽ സ്റ്റാറ്റസിൻ്റെ ടെൻഡൻസി അറിയുന്നതിന് വേണ്ടിയിട്ട് 4 സിറ്റീസിൽ നിന്നും സാമ്പിൾസ് എടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ 4 സാമ്പിൾ ഗ്രൂപ്പുകളുണ്ട്. അവിടുത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് മാരിറ്റൽ സ്റ്റാറ്റസുമാണ്. എന്നിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക ഈസ് ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ എമംഗ് ദ സിറ്റീസ് ഇൻ ദി ടെൻഡൻസി ഓഫ് മെൻ ടു മാരി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിവിടെ തന്നിരിക്കുന്നത് നമ്മുടെ ടോട്ടലും ഗ്രാൻഡ് ടോട്ടലും ഒക്കെ തന്നിരിക്കുന്നുണ്ട്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ് തന്നിരിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 2 റോസും 4 കോളംസുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആയിട്ട് നമ്മൾ എഴുതുക 1 by 1 ആയിട്ട്. അതിനുശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മളുടെ റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ എന്ന അടിസ്ഥാനത്തിൽ നമ്മളത് ചെയ്യുക. അങ്ങനെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. നമ്മളുടെ നൾ ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും? ദർ ഈസ് ഹോമോജീനിറ്റി എന്നുള്ളതായിരിക്കും. ദെൻ അതിനുശേഷം അതിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂവും ടേബിൾ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുക. അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് R-1 ഇൻറ്റു C-1 തന്നെയാണ്. അപ്പോൾ അത് വെച്ച് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതിനുശേഷം അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസ് നമ്പർ 12 ആണ്. അത് അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുമല്ലോ. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു സർവേ നടത്തിയതിൻ്റെ റിസൾട്ടാണ്. അവിടെ കമ്മ്യൂണിറ്റീസും ടീ ടേക്കിങ്ങുമാണ് അവിടുത്തെ 2 ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്ന നമ്മളോട് ഇപ്രകാരമാണ് ഈസ് ദെയർ എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കമ്മ്യൂണിറ്റീസ് ഇൻ ദ മാറ്റർ ഓഫ് ടീ ടേക്കിംഗ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കെന്താണ് അവിടെ ആ ഡിഫറൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് അത് ഹോമോജിനിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലാണ് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് നൾ ഹൈപ്പോത്തിസിസ് ദെയർ ഈസ് ഹോമോജീനിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുക. പലപ്പോഴും ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ നമ്മൾ അറിയുക അത് അസോസിയേറ്റഡ് ആണോ, ഇൻഡിപെൻഡൻ്റ് ആണോ, അസോസിയേറ്റഡ് അല്ലയോ, ഇൻഫ്ലുവൻസ് ഉണ്ടോ തുടങ്ങിയ രീതിയിലായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കുക. അപ്പോൾ ഇവിടെ ആ ഡിഫറൻസ് ഉണ്ടോ, കമ്മ്യൂണിറ്റീസ് തമ്മിൽ ടീ ടേക്കിങ്ങിൽ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചിരിക്കുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഹോമോജീനിറ്റിയുടെ ഒരു പ്രോബ്ലമായിട്ട് പരിഗണിക്കുക. അത് ഏത് രീതിയിലുള്ളത് ആയാലും നമ്മളെ സംബന്ധിച്ച് പ്രോബ്ലം ചെയ്യുന്നത് ആ കൈ സ്ക്വയറിൻ്റെ
സ്റ്റെപ്സ് അനുസരിച്ച് തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഇതും നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസ് നമ്പർ 13 ആണ്. അതും അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. അടുത്തതായി നമ്മൾ കാണുക യേറ്റ്സ് കറക്ഷനാണ്. അതായത് നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 5-ൽ താഴെയാണെങ്കിൽ നമ്മൾ പൂളിംഗ് മെത്തേഡ് സ്വീകരിച്ചു. 5-ഓ അതിൽ താഴെയോ ആണ് എങ്കിൽ നമ്മളെന്താണ് തൊട്ടടുത്ത ഫ്രീക്വൻസിയായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ എക്സസൈസ് നമ്പർ 3 നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ പൂളിംഗ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ പൂളിംഗ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഒരു 2x2 കണ്ടിജൻസി ടേബിളിലാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുക C-1 × 2 R-1 ആണ്. അപ്പോൾ 2 കോളവും 2 റോയും ഉണ്ട്. അപ്പോൾ 2 - 1 × 2 - 1 അങ്ങനെ വരുമ്പോൾ അത് 1 × 1 = 1 എന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടും. ഇനി പൂളിംഗ് മെത്തേഡ് 2x2 കണ്ടിജൻസി ടേബിളിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു കോളത്തിലാണ് അത് ചെയ്യുന്നത് എങ്കിൽ പൂളിംഗ് നടത്തുന്നത് എങ്കിൽ ഒരു കോളൻ നമ്പർ കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ C-1 എന്ന് പറയുമ്പോൾ 1 - 1 = 0 എന്നും ഇൻറ്റു റോ എവിടെ 2 ഉണ്ട് 2 - 1 = 1 എന്നും വരും. അപ്പോൾ 1 × 0 എന്ന് വരുമ്പോൾ അത് ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 എന്ന് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് യേറ്റ്സ് കറക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ അതിൽ പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയിൽ നമ്മളെന്താണ് ഒരു 0.5 5-നേക്കാൾ താഴെയുള്ള സെല്ലുകളിൽ ആഡ് ചെയ്യുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റ് ഫ്രീക്വൻസികളിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. അങ്ങനെ 0.5 വെച്ച് ആ ഫ്രീക്വൻസീസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ യേറ്റ്സ് കറക്ഷനിൽ ചെയ്യുക. അപ്പോൾ സ്റ്റാറ്റിസ്റ്റീഷ്യന്മാർ പലപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് 2x2 ടേബിളിൽ അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 5-ൽ താഴെയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയപ്പെടുന്ന യേറ്റ്സ് കറക്ഷൻ ഉപയോഗിക്കുക എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ തിയറി എന്താണെന്ന് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കുക. നമുക്ക് സിലബസിൽ പ്രത്യേകമായിട്ട് പറയുന്നില്ല എങ്കിലും കൈ സ്ക്വയർ ടെസ്റ്റിനോട് അനുബന്ധമായിട്ട് വരുന്നത് കൊണ്ട് നമ്മളിതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ the Yates correction consists in adding 0.5 to the cell frequency which is less than 5 and then adjusting for the remaining cell frequencies accordingly. Take the case of a 2x2 contingency table. Here degree of freedom is 2 - 1 × 2 - 1 = 1. In this case, suppose we apply pooling method, degree of freedom will become 1 - 1 × 2 - 1 = 0. This is meaningless. So, in such cases, we apply a correction known as Yates correction for continuity. Many statisticians recommended that Yates correction be applied to every 2x2 table even if no theoretical frequency is less than 5. അപ്പോൾ നമ്മൾ സാധാരണ പ്രോബ്ലം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ലെസ് ദാൻ 5-ലാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുക, പൂൾ ചെയ്യുന്ന രീതി പൂളിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്യുകയും ചെയ്യുക.